ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫാമിലി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് കുറുമാലിക്കാവിലെ തലേന്നാണ് കേട്ടോ, കുംഭഭരണിയുടെ തലേന്നാണ്. അപ്പോൾ ഡാൻസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രനെയൊക്കെ ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഡാൻസ് കളിക്കായിരുന്നു. അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെങ്ങാലൂരിൽ നിന്ന് വന്ന ടീമായിരുന്നു. എൻ്റെ അമ്മ വീട്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് വന്ന ഒരാളെ എനിക്കറിയായിരുന്നു കേട്ടോ. ദേവാംഗന ബാലഗോകുലം ട്രിപ്പിലൊക്കെ ഉണ്ട് കേട്ടോ അവൾ. അപ്പോൾ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ എല്ലാവരും നന്നായിട്ട് കളിച്ചു. അപ്പോൾ അമ്മേ കൊടുങ്ങല്ലൂരമ്മ ഏതോ പാട്ടായിരുന്നു. കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഞാൻ പാട്ട് ആഡ് ചെയ്യാത്ത. കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ കോപ്പി റൈറ്റ് അടിക്കട്ടെ എന്ന് വെച്ചിട്ട് എന്തിട്ടൊക്കെയോ പാട്ടൊക്കെ ആഡ് ചെയ്തിട്ട് കോപ്പി റൈറ്റ് അടിച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ വീഡിയോയിൽ കോപ്പി റൈറ്റ് അടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പാട്ടൊന്നും ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ പാട്ടൊക്കെ വെച്ചേനെ കേട്ടോ. ചെറിയ ക്ലിപ്സായിട്ട് പാട്ട് വെച്ചിട്ട് ഡാൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ അവർ ഡാൻസ് കളിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലും ഞാൻ കുറച്ച് ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ട്, പാട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല പാട്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ കണ്ട കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്റ്റെപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ആരോ പഠിപ്പിച്ചതാണ്, ഏതോ ഡാൻസ് ടീച്ചർ ആണ് പഠിപ്പിച്ചത്. അപ്പോൾ നല്ല സ്റ്റെപ്പൊക്കെ ആയിരുന്നു, നല്ല ഡാൻസായിരുന്നു. എനിക്കിഷ്ടമായി, ഉണ്ണിക്കും ഇഷ്ടമായി, അച്ഛനും ഇഷ്ടമായി. പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അമ്മ വന്നില്ല. പിന്നെ കളി തന്നെയാണ്, കുറേ നേരം കളിച്ചു ഡാൻസ് അവർ. ഇതും പിന്നെ വേറെ ടീമുണ്ടായിരുന്നു, ഒരു പച്ച കളർ ഡ്രസ്സ് ഇട്ടിട്ടൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡാൻസും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് റെഡിൻ്റെ ആട്ടോ. റെഡിൻ്റെ നല്ല രസമുണ്ടായിരുന്നു. പച്ച കുറച്ചും കൂടി വലിയ ചേച്ചിമാരാണ്. പിന്നെ ഗൈസ്, അപ്പുറത്തിരിക്കണ കണ്ടോ, ഒരു ഗോൾഡൻ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാർ. ഇവർ തിരുവാതിര കളിച്ചു, വേറെ കൈകൊട്ട് കളി അങ്ങനെ എന്തോ കളിച്ചു. അതിലെൻ്റെ ഫ്രണ്ട് ഉണ്ട്, പക്ഷെ എനിക്കത് കാണാൻ പറ്റിയില്ല ഗൈസ്. അപ്പോഴേക്കും ഞങ്ങൾ പോന്നു, തിന്നാൻ പോന്നു അങ്ങനെ പറയാം. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കോളിഫ്ലവർ ഇത് കഴിച്ചു, പിന്നെ കുലുക്കി കഴിച്ചു, പിന്നെ പൊരി ഉഴുന്നുവട പോലത്തെ സാധനത്തിൽ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ ആ പച്ച ടീമിൻ്റെ ഡാൻസ് ആയിരുന്നു. അത് കുറച്ചും കൂടി വലിയ ചേച്ചിമാരാണ്. അപ്പോൾ ഇത് അവരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ നന്നായിട്ട് കളിച്ചു. പക്ഷെ റെഡിൻ്റെ അത്ര ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാട്ട് എനിക്ക് ഏതാണെന്ന് അറിയണ്ടായിരുന്നില്ല, ഏതോ ഒരു പാട്ടിൽ കളിക്കണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവർ കളിച്ചു വേറൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഡാൻസ്. ഏതാ മറ്റേ AR പാട്ടിൽ ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ അപ്പോഴേക്കും ഞങ്ങൾ പോന്നു. അപ്പോൾ അതിൻ്റെ പകുതിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഡാൻസൊക്കെ കാണണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു നേരത്തെ വീട്ടിൽ പോകാമെന്ന്. നാളെ രാവിലെ തന്നെ അമ്മയ്ക്കും അച്ഛനും അമ്പലത്തിൽ പോകണമായിരുന്നു. 5 മണിക്ക് തന്നെ ഇവർ അമ്പലത്തിൽ പോയി വന്നു. അപ്പോൾ തിരക്കുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നാളെ ഞങ്ങൾ
കുംഭഭരണിയുടെ വീഡിയോ വരുന്നുണ്ട്. ഇന്നാണ് ശരിക്കും കുംഭഭരണി, ഞാൻ എഡിറ്റ് ചെയ്യണ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് പോകണുണ്ട് കേട്ടോ ഈ സ്ഥലത്തേക്ക്. അവിടെ നല്ല രസമാണ് വൈകിട്ട്. അപ്പോൾ ഡാൻസൊക്കെ നല്ല നല്ല സ്റ്റെപ്പായിരുന്നു. പിന്നെ നല്ലതായിട്ട് കളിക്കണ്ടായിരുന്നു ഇവർ. അപ്പോൾ ഞാൻ കുറേ നേരം വീഡിയോ എടുത്തു കേട്ടോ ഗൈസ്. ഗൈസ് ഇതും റെഡിൻ്റെ ഡാൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. ഏതാ പാട്ട് എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഏതോ ഒരു പാട്ടിൽ അവർ ഡാൻസ് കളിക്കണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ ഡാൻസ് കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കളിക്കണ കാണാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി മല്യമാമയുടെ വരുന്നുണ്ട്. ഇവരുടെ ഞാൻ തോന്നുന്നുണ്ട് ഡാൻസ് അത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഋഷികയ്ക്ക് ഫ്രണ്ടിനെ കിട്ടി. അവളുടെ ഫ്രണ്ടാട്ടോ ആവണി. അപ്പോൾ ഋഷികോട് ഞാൻ നോക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവൾ നോക്കി, അവളുടെ ഫ്രണ്ട് നോക്കി കേട്ടോ. അപ്പോൾ ഇത് ഏതോ ഒരു പാട്ടിന് അവർ ഡാൻസ് കളിക്കായിരുന്നു. എനിക്ക് പാട്ട് ഏതാണെന്ന് ഓർമ്മയില്ല. ഇതാട്ടോ അവൾ നടന്ന് വന്ന് ഇപ്പം ഇരിക്കുന്നതാണ് അവൾ. അപ്പോൾ അത് അവളുടെ ഫ്രണ്ടാട്ടോ രണ്ടാമത് നടന്ന് വന്നേന്ന് തോന്നണേ. അപ്പോൾ ഇവരുടെ ഡാൻസ് എനിക്ക് പച്ചയുടെ ഡാൻസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ റെഡിൻ്റെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടമായേ. പിന്നെ അവിടെ കണ്ടോ ഗോൾഡൻ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, അവരുടെ ഡാൻസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ തിരുവാതിരയും കൈകൊട്ടുകളിയും ഉണ്ടായിരുന്നു. അവൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അയച്ചേക്കണ മെസ്സേജ്. ഇന്നലെ എൻ്റെ കയ്യിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അയക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ കളിക്കുന്നുണ്ട്. കുറേ നേരം കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവർ ഇങ്ങനെ കളിക്കുന്നത് കാണാൻ. പിന്നെ കുറേ ആൾക്കാർ ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ വന്ന് നിന്ന് എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അച്ഛന് പിന്നെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് കണ്ടു, ഡാൻസൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ഇവർ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്, സ്റ്റെപ്പൊക്കെ. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ARMലത്തെ പാട്ടിൽ ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. തീ വെച്ചിട്ടാണ് കേട്ടോ കളിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ബാക്കിൽ കൂടെ വരുന്നതാണ് ഇവരുടെ ഡാൻസ് ടീച്ചർ ഈ ഡാൻസ് പഠിപ്പിച്ചത്. പിന്നെ ഫോഗ് വന്നു ഗൈസ്. ഇങ്ങനത്തെ പച്ച കളർ പൊടിയില്ലേ, പച്ച കളർ ഇതില്ലേ, പിന്നെ പച്ചയും റെഡും ഇതായിട്ട് കുറേ കളറുണ്ട് ഇങ്ങനെ. അതിൻ്റെ സാധനം വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ പുകയാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ, ഭയങ്കര ഇതായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു പോവാന്ന്, അവളെ വിളിച്ചോ. കാര്യം ഞങ്ങളവിടെ ഞങ്ങളുടെ അടുത്തേക്കാണ് ഇത് കൂടുതൽ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ മൂക്കൊക്കെ പൊത്തി പിടിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോഗ് വന്നു. ഇപ്പോൾ ഞങ്ങളുടെ മുഖത്തേക്കായിരുന്നു കൂടുതൽ വന്നത്, ആ സൈഡിലേക്ക് ഞങ്ങൾ വിചാരിച്ച് പോവാമെന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു 5 മിനിറ്റ് ഇത് എന്തിട്ടാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയത് മോതിരം വാങ്ങാനാണ്. ഋഷികയ്ക്ക് മോതിരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ പെട്ടെന്ന് വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ മോതിരം കേട്ടോ, ഋഷികയ്ക്ക് മോതിരം വേണമെന്ന്. അവളുടെ കയ്യിൽ മോതിരം ഇല്ല, എൻ്റെ കയ്യിൽ മോതിരമുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. അപ്പോൾ അവൾക്ക് മോതിരം വാങ്ങാൻ ആദ്യം ഒരെണ്ണം ഇട്ടു കേട്ടോ. ആദ്യം ഒരെണ്ണം ഇട്ടത് കടന്നു, പക്ഷെ ടൈറ്റ് ഊരാനേ പറ്റില്ല. അപ്പോൾ ആൾ പറഞ്ഞു വേറെ തരാം. അപ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ളത് ആൾ തന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാർട്ട് ഷേപ്പിലത്തെ മോതിരം ഋഷികയ്ക്ക് കിട്ടി, ബ്ലാക്ക് കളറാട്ടോ.
അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് കോളിഫ്ലവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഈ കുലുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സ്റ്റോറേജ് ഫുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഞാനിത് സ്പീഡിലിട്ടതാണ്. അവൾ എവിടെയാണ് നിൽക്കണമെന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഡാൻസ് കാണാൻ. ഞാൻ അപ്പോഴേക്കും അങ്ങോട്ട് പോയി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നണ്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ആ കോളിഫ്ലവർ കഴിച്ചു, കുലുക്കി കഴിച്ചു. ബൂസ്റ്റ് കുലുക്കായിരുന്നു, അത് പൊള്ളിയായിരുന്നു. ഋഷിക്ക് ഇഷ്ടമായില്ല, പച്ചപ്പാലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൊള്ളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു അവളുടെ ഡാൻസ്. ഏതോ അരമൂരി തേങ്ങ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. പിന്നെ എന്തിട്ടാ ഞങ്ങൾ ഐസ്ക്രീം കേട്ടോ. ഋഷിക ചോക്ലേറ്റ് ഐസ്ക്രീമും ഞാൻ ചോക്കോബാറും. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.